പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല സംഘടനകളും വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നു 40കളിൽ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട്. ഹുക്കൂമത്തെ ഇലായി അതിനൊക്കെ മാറ്റം വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ്. പല കോലത്തിൽ അവർ വരിക. ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ കാരണം? മറ്റു നിലക്കൊക്കെ പ്രവർത്തിച്ച് കുറെ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആളെ കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയത് സമസ്തയാണ്. എവിടെയുള്ളത് ഭൂമിയിൽ അവര്? പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? എവിടെയില്ല. ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നുഴഞ്ഞു കയറും. രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും. നുഴഞ്ഞു കയറിയാൽ സമസ്ത തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും? അവർ വൻചതിൽ പോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവരോട് അഖിലം പാലിക്കണം. സമസ്ത നിർത്തിയെടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം. അതിൻ്റെ അപ്പുറം അവരുമായിട്ടൊരു കൂട്ടുകെട്ടോ ഓരോരോ സൗഹൃദമോ വേണ്ടതില്ല. വഹാബികളുമായിട്ടും വേണ്ടതില്ല. അവരൊക്കെ ആ സമസ്ത എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് നിർത്തേണ്ടത്. ബിദ്അഈ പ്രസ്ഥാനക്കാരെയൊക്കെ